ജയിലിൽ തൻ്റെ സെല്ലിൽ കൂനിക്കൂടിയിരിക്കുകയായിരുന്നു സത്യഭാമ. കടുത്ത ചൂടും കൊതുകിൻ്റെ ശല്യവും അവരെ വല്ലാതെ വലച്ചു. ഒട്ടും സഹിക്കവയ്യാതെയായപ്പോൾ അവർ സെല്ലിൻ്റെ അറ്റത്ത് നിന്നുകൊണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസിനെ വിളിച്ചു. സാറേ. അവർ വിളി കേൾക്കാത്തത് കൊണ്ട് കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു. എന്താടി, നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാ? മനുഷ്യനൊരു സ്വൈര്യം തരില്ലേ? സാറേ, ഇവിടെ കൊതുക് കടിച്ചിട്ട് എനിക്കിരിക്കാൻ വയ്യ. ഒരു കൊതുക് തിരി കിട്ടിയിരുന്നെങ്കിൽ. കൊതുക് തിരി മാത്രം മതിയോ? ഒരു ഫാന് കൂടി ആയാലോ? അവൾ വിനീത വിധേയമായി ചോദിച്ചു. സത്യഭാമയ്ക്ക് ഉത്സാഹമായി. അത് ഞാൻ പറയാൻ വരികയായിരുന്നു സാറേ. ഒരു ഫാൻ അത്യാവശ്യമാ. കണ്ടില്ലേ, കൊതുക് കടിച്ച് എൻ്റെ ദേഹമാകെ തിണർത്തു. എന്നാ പിന്നെ ഫാന് മതി, കൊതുക് തിരി വേണ്ട. പൊന്ന മോളെ. ആ പോലീസുകാരൊരാട്ടായിരുന്നു. അവരുടെ വായിൽ നിന്ന് കുറെ തെറിപദങ്ങൾ ഉതിർന്നു വീണു. ഞാനങ്ങ് കയറി വന്നാലുണ്ടല്ലോ നിന്റെ ദേഹം അടിച്ച് പദം വരുത്തും. നീ ഇവിടെ ഇലക്ഷനിൽ ജയിച്ച് മന്ത്രിയായി സ്ഥാനമേൽക്കാൻ വന്നതൊന്നുമല്ലല്ലോ. പണം വെട്ടിപ്പ് കേസിൽ പ്രതിയായിട്ട് വന്നതാ. നിനക്ക് ഞാനിനി AC ഇട്ട് തരാം. പോയി വല്ലയിടത്തും അടങ്ങിയിരിക്കടി. ഇനി എങ്ങാനും നിന്റെ സ്വരം ഇവിടെ കേട്ടാ നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. ചൂലേ, ഈ ത്രേസ്യാമ്മ ആരാണെന്ന് നീ അറിയും കേട്ടോടി. ആ ഒച്ചയിലും ആക്രോശത്തിലും സത്യഭാമ വിറങ്ങലിച്ചു പോയി. അവർ ഭയത്തോടെ തലയാട്ടി. പിന്നെ ഭയത്തോടെ പഴയ സ്ഥലത്ത് തിരിച്ചുപോയി. ആ ചൂടിലും കൊതുകിലും സത്യഭാമ ആകെ വലഞ്ഞുകൊണ്ടിരുന്നു. രാത്രി ഏകദേശം 10 മണിയാകുകയായിരുന്നു. നീ എവിടെയാ ആര്യ? രുദ്രൻ പരമാവധി തൻ്റെ സ്വരം ശാന്തമാക്കിക്കൊണ്ട് ആര്യനോട് ചോദിച്ചു. ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്താടാ? നീ ഫ്ലാറ്റിലെത്തിയോ? നോ മാൻ, ഓൺ ദ വേ ആണ്. ആണോ? എടാ, എങ്കിലേ നീ നാഷണൽ പാർക്കിനടുത്ത് മൈതാനത്ത് വരാമോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? അതും ഈ രാത്രിയിൽ. നമുക്ക് നാളെ രാവിലെ കാണാം. എടാ, അത് പിന്നെ ആ ഹോട്ടൽ ഇഷ്യൂ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? യെസ്. അതിന് എനിക്കൊരു സഹായം കിട്ടി. അതിലുടനെ ഒരു തുമ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ആരിൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റി. നിനക്കറിയാലോ, എൻ്റെ അച്ഛന് ഉന്നതങ്ങളിൽ നല്ല പിടിപാടുണ്ടെന്ന്. ഞാൻ അച്ഛനെ വിളിച്ച് ഹെൽപ്പ് ചോദിച്ചു. ആദ്യമൊന്നും അച്ഛൻ എന്നെ കേൾക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ പിന്നെ എൻ്റെ സങ്കടത്തിൽ ആ മനസ്സലിഞ്ഞുപോയി. അച്ഛനൊരു പ്രമുഖ വ്യക്തിയുമായി എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അയാൾ സഹായിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. ആരാണ് ആള്? ആരിൻ്റെ സ്വരം വല്ലാതെ വിറച്ചു. അതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹെൽപ്പാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ ഇടപെട്ട ഉറപ്പായും എനിക്ക് നീതി കിട്ടും. ആരിന് വല്ലാത്ത ടെൻഷൻ തോന്നി. ഇല്ല, രുദ്രൻ ആരുടെയും സഹായം കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടിയാൽ പിന്നെ തീർന്നു. അങ്ങനെ വന്നാൽ ഇതിനു പിന്നിലുള്ള തൻ്റെ കടപടമുഖം അവൻ മനസ്സിലാക്കും. സാധാരണഗതിയിൽ രുദ്രൻ ഒരു പാവമാണ്. ഒരാട്ടിൻകുട്ടിയെപ്പോലെ പാവമെന്ന് പറയാം. പക്ഷേ ഇടഞ്ഞാൽ അവൻ ഒറ്റക്കൊമ്പനാണ്, അടങ്ങിയിരിക്കാത്ത തരം. ഇതെല്ലാം അറിഞ്ഞ് അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ആൾ ആരാണ് എന്ന് അവനിൽ നിന്ന് തന്നെ അറിയണം. തൻ്റെ അച്ഛൻ്റെ സ്വാധീനം വെച്ച് ആ സഹായം തടയുകയും ചെയ്യണം. ആര്യൻ അക്കാര്യം മനസ്സിൽ ഉറപ്പിച്ചു. എടാ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഐ വിൽ വെയിറ്റ് ദെയർ ഫോർ യു. രുദ്രൻ ഫോൺ വെച്ചു. ആര്യൻ ഒരു നിമിഷം തലയിൽ കൈവച്ചിരുന്നു പോയി. ആര്യൻ തലയിൽ കൈവച്ചിരുന്നു പോയെന്ന് കുറച്ച് നിമിഷങ്ങൾ. അതേ നിമിഷത്തിലാണ് അവൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നത്. നീ എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത്? കുറച്ച് നാളായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ലല്ലോ. അപ്പുറത്തുനിന്ന് കേട്ട ഹലോ ശബ്ദത്തിനോടൊപ്പം അവൻ മറുപടി പറഞ്ഞു. നോക്കാര്യ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് രുദ്രനെയാണെന്ന് നിനക്കറിയാലോ. എനിക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ റിലേഷൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് താൽക്കാലികമാണെന്ന്. അന്നെല്ലാം തലകുലിക്ക് സമ്മതിച്ചിട്ട് ഇന്ന് നീ കാലുമാറുന്നത് എന്തിനാണ്? ആര്യന് കടുത്ത ദേഷ്യം വന്നു. പിന്നെ നീ എന്തിനാടി എന്നോടടുത്തത്? നിനക്ക് രുദ്രനെ തന്നെ പോരായിരുന്നോ? ആ സമയത്ത് അവൻ്റെ കരിയർ ഗ്രാഫ് കുറച്ചധികം താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത്? അതുകൊണ്ട് എനിക്ക് അവനെ കൈവിടേണ്ടി വന്നു. ഇപ്പോൾ അവൻ്റെ കരിയർ ഗ്രാഫ് ഉയർന്നപ്പോൾ നീ എന്നെ തഴഞ്ഞു അല്ലേ? നീയൊക്കെ ഒരു പെണ്ണാണോ? സാര ശബ്ദമില്ലാതെ ചിരിച്ചു. നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതു തരമാണെന്ന് നിനക്കറിയാലോ ആര്യ. ഇവിടെ ബന്ധങ്ങൾക്കും പ്രണയത്തിനും ഒന്നുമല്ല യഥാർത്ഥ സ്ഥാനം. പണത്തിനും പദവിക്കും സോഷ്യൽ സ്റ്റാറ്റസിനും തന്നെയാണ്. അതുകൊണ്ട് നീ ഇതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. മാത്രമല്ല, എന്നെ തേജോവധം ചെയ്യാൻ നിനക്ക് എന്താ അധികാരം? രുദ്രൻ എന്നോട് ഇഷ്ടമാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. ഞങ്ങൾ പരസ്പരം പ്രേമത്തിലാണെന്ന് നിനക്കറിയാമായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ
നീയും എന്നിലേക്ക് അടുത്തത്? ആര്യന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. നീയും ഞാനും തമ്മിൽ ഇക്കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. ആണിനൊരു നിയമം, പെണ്ണിനൊരു നിയമം, അങ്ങനെയൊന്നുമില്ലല്ലോ. നീയും ഞാനും ഒരുപോലെ അവനെ ചീറ്റ് ചെയ്തു. മാത്രമല്ല, നിലവിൽ നിന്റെ ഭാര്യയായിരിക്കുന്നവളെയും കൂടിയാണ് നീ ചതിച്ചത്. അവൾ നിന്റെ അച്ഛനെ പോലെ തന്നെ അധികാരം കയ്യിലുള്ള മറ്റൊരു മിനിസ്റ്ററുടെ മകളാണെന്ന് ഓർമ്മ വേണം. പ്രിയ, ഇതൊക്കെ അറിഞ്ഞ എന്തുണ്ടാകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ശരി ശരി, നീ എന്തിനെന്നെ ഇപ്പോൾ വിളിച്ചത്? ആരിൻ്റെ സ്വരം പതറുന്നത് സാറ ആഹ്ലാദത്തോടെ തിരിച്ചറിഞ്ഞു. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? രുദ്രൻ അച്ഛനമ്മമാർ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മട്ടാണ്. അത് ഞാനുമായുള്ള റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ്. അതൊക്കെ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചതല്ലേ? കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമായിരിക്കും. ഒന്നുമില്ലെങ്കിലും രുദ്രൻ അവരുടെ ഏക മകനല്ലേ. അവനെ അധിക നാൾ അകറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല. ഞാൻ ഒരിക്കൽ ആ ഫാമിലിയിൽ പോയിട്ടുണ്ട്. വളരെ ലവബിളാണ് ആ അച്ഛനും അമ്മയും. അച്ഛൻ സ്നേഹം പുറത്ത് കാണിക്കാത്ത തരമാണ്. അമ്മ വളരെ സ്വീറ്റും. നീ അവരെ പുകഴ്ത്തുന്നത് കേൾക്കാനൊന്നുമല്ല ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ആര്യൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സാറ ചൊടിച്ചു. നീ കാര്യം പറയൂ സാറ. മറ്റൊന്നുമല്ല ആര്യ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. രുദ്രനെ അവർ എന്നേക്കുമായിട്ട് പുറത്താക്കിയത്. രുദ്രൻ അവകാശപ്പെട്ട സ്വത്തുക്കൾ രുദ്രന്റെ ഭാര്യയായ നിദ്രയ്ക്ക് എഴുതി വെക്കാൻ പോവുകയാണ് എന്നാണ് രുദ്രന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് ആര്യനും സാറയ്ക്കുമിടയിൽ നിശബ്ദത വ്യാപിച്ചു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? ആര്യൻ ചോദിച്ചു. ഓ, അതങ്ങനെ ഒരു ഫൂള്. അവൻ പറയുന്നത് അവൻ അവളോട് തെറ്റ് ചെയ്തു, അതുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം അവളെ എടുത്തോട്ടെ എന്നുമാണ്. രുദ്രൻ പറയുന്നതിൽ ന്യായമില്ലേ സാറ? ആ കുട്ടിയെ നിങ്ങൾ ഇതിലേക്ക് അനാവശ്യമായി വലിച്ചിട്ടതല്ലേ? രുദ്രന് കൂടി സമ്മതമായ സ്ഥിതിക്ക് നീ അതോർത്ത് തല പുണ്ണാക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ന്യായവുമില്ല. രുദ്രന്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ കൂടി കണ്ടിട്ടാണ് എൻ്റെ പപ്പ എതിർത്തിട്ടും ഞാൻ അവനെ സ്നേഹിച്ചത്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം എനിക്ക് നേടിയേ പറ്റൂ. അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് പറ്റില്ല, ആര്യൻ കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞു. വൈ? നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? സാറ അത്ഭുതം ഭാവിച്ചു. നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവിധ സന്തോഷങ്ങളും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ആര്യൻ വീണ്ടും നിശബ്ദനായി. സാറ പറഞ്ഞു ശരിയാണ്. ആദ്യം എപ്പോഴും അവളോട് തോന്നിയ ഒരു അട്രാക്ഷൻ, പിന്നീട് അത് കടുത്തു. രുദ്രന്റെ തകർച്ചയുടെ ദിനങ്ങളായതുകൊണ്ടാവണം അവളും തന്നോട് താല്പര്യം കാണിച്ചത്. അവനറിയാതെ പലയിടത്തും വെച്ച് താനും അവളും കണ്ടുമുട്ടി. പല ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമായി തങ്ങൾ മാറി മാറി മുറിയെടുത്തു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. പ്രിയയെപ്പോലും താൻ ആ സമയത്ത് ഓർത്തില്ല. രുദ്രന് വീണ്ടും ആ ഉയർച്ച ഉണ്ടായിരുന്നില്ലെങ്കിൽ സാറ തന്നോടൊപ്പം തന്നെ കണ്ടേനെ. സാറയ്ക്ക് താൻ അവൾ ആവശ്യപ്പെട്ട ഒരു ലക്ഷറി വില്ലയാണ് പകരം കൊടുത്തത്. എന്താ നീ ഒന്നും മിണ്ടാത്തത് ആര്യൻ? രുദ്രൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് സാറ. അവൻ ആ ഹോട്ടൽ ഇഷ്യൂ വിട്ടിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിച്ച് അവൻ എന്നെ വിളിച്ചിരുന്നു. അവൻ എൻ്റെ അച്ഛൻ്റെ സഹായം വേണമത്രേ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്തു പറയാനാ? ഞാൻ അച്ഛനോട് കാര്യം അവതരിപ്പിച്ചെന്നും അച്ഛൻ്റെ പ്രതിച്ഛായ തകരുമെന്ന ഭയം കൊണ്ട് അച്ഛന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവനത് ഏകദേശം വിശ്വസിച്ചതാണ്. പക്ഷേ കുറച്ചു മുൻപ് അവൻ എന്നെ വിളിച്ചിരുന്നു. ഏതോ ഒരു പ്രമുഖ വ്യക്തി അവൻ്റെ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് സമ്മതിച്ചിട്ടുണ്ടത്രേ. ഞാനും നീയും ചേർന്നാണ് അവനെ കുടുക്കിയതെന്നെങ്ങാനും അറിഞ്ഞ തീർന്നു. നീ ഒരു കാര്യം ചെയ്യ. അങ്ങനെ ഏത് പ്രമുഖ വ്യക്തിയാണ് അവനെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്ക്. എന്നിട്ട് നിന്റെ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അതങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക്, സാറ നിർദ്ദേശിച്ചു. രുദ്രന് സംശയമൊന്നും തോന്നാതിരിക്കാനാണ് പോലീസിന്റെ പിടിയിൽ നിന്ന് ഞാൻ തന്നെ ഇടപെട്ട് അന്നവനെ രക്ഷിച്ചത്. അവനൊരിക്കലും അതിൻ്റെ പുറകെ പോകാതിരിക്കാൻ. പക്ഷേ ഇപ്പോൾ എൻ്റെ കണക്കൂട്ടലുകളിലൊക്കെ തെറ്റുകയാണ്. ഒരു പ്രശ്നവുമില്ല ആര്യൻ, നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ നിദ്രയുടെ കാര്യത്തിൽ നിന്റെ സഹായം എനിക്ക് വേണം. ഞാനെന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിദ്രയെ തട്ടിക്കൊണ്ടു പോകാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. തട്ടിക്കൊണ്ടു പോവാനോ? എന്നിട്ട്? അവളെപ്പോലൊരു പെണ്ണിനെ കയ്യിൽ കിട്ടിയാലാണോ ഉപയോഗമില്ലാത്തത്? അവളെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, വിൽക്കുകയോ കൊല്ലുകയോ എന്തും. ഇത്രയൊക്കെ ക്രൂരത വേണോ സാറാ? ക്രൂരതയോ? അവൾ എൻ്റെ ചെറുക്കനെ തട്ടിയെടുക്കാൻ നോക്കുന്നവളാണ്. നിനക്കറിയില്ലല്ലോ, ഇപ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ അവളാണ്. ഈ കുറഞ്ഞ കാലം കൊണ്ട് അവൾ അവനെ വശീകരിച്ചെടുത്തു.
മാത്രമല്ല ഞാൻ രുദ്രൻ്റെ വീട്ടിൽ പോയപ്പോൾ അവളും അവളുടെ അമ്മായി അമ്മയും ചേർന്ന് എന്നെ ഇനി പറയാനൊന്നുമില്ല. അത്രയ്ക്കും എന്നെ നാണം കെടുത്തി. ഇതിനൊക്കെ പകരം ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സാറ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല രുദ്രൻ ഇനി അവളെ ഓർക്കാൻ കൂടി പാടില്ല. അവൻ്റെ കൺമുന്നിൽ നിന്ന് അവൾ മാഞ്ഞു പോകണം എന്നേക്കുമായി. അതുകൊണ്ട് നീ എന്നൊന്ന് സഹായിച്ചേ പറ്റൂ. ആര്യൻ എന്നിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് സാറ വീണ്ടും സംസാരിച്ചു തുടങ്ങി. വെറുതെ വേണ്ട, പണ്ടത്തെ പോലെ നമുക്കൊന്നുകൂടി കൂടാം. സാറയുടെ സ്വരം വശ്യമധുരമായിരുന്നു. ആ പ്രലോഭനത്തിൽ ആദ്യം എന്തു പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം ആര്യൻ നിന്നു. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നിന്നെ വിളിക്കാം സാറ. പക്ഷെ ഞാനിപ്പോൾ രുദ്രൻ്റെ അടുത്ത് പോയിട്ട് വരട്ടെ. ഓക്കെ, ഡൺ. സാർ അത് കേട്ടതും ഫോൺ കട്ട് ചെയ്തിരുന്നു. ആര്യൻ നാഷണൽ പാർക്കിനടുത്തുള്ള മൈതാനത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റുമ്പോൾ രുദ്രൻ തൻ്റെ ബ്ലാക്ക് കാറിൽ ചാരി നിന്നുകൊണ്ട് ആര്യനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയതും ആര്യൻ രുദ്രനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖത്ത് നിർവചനിക്കാനാവാത്തൊരു ഭാവമായിരുന്നു. ബ്ലാക്ക് ഫോർമൽ ഡ്രസ്സിലായിരുന്നു രുദ്രൻ. അവനെ അങ്ങനെ കണ്ടപ്പോൾ സിനിമയിലെ ഏതോ ഒരു വീരശൂര പരാക്രമിയെ നായകനെ ഓർമ്മിച്ചു അവൻ. എന്താ രുദ്ര എന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, ആരാ പ്രമുഖ വ്യക്തി? നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആള്. അതെന്തിനാ നീ അറിയുന്നത് ആര്യ? രുദ്രൻ ആര്യൻ്റെ നേർക്കൊരു കൂർത്ത നോട്ടമെറിഞ്ഞു. അത് പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ എൻ്റെ അടുത്ത സുഹൃത്തല്ലേ? അപ്പം നിന്റെ കാര്യം അറിയാനുള്ള അവകാശം എനിക്കില്ലെന്നാണോ? രുദ്രൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ആര്യന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. കാര്യം എന്തെന്നറിയാത്തൊരു അസ്വസ്ഥത. അതിന് നീ എന്തിനിങ്ങനെ ചിരിക്കുന്നത്? അല്ല, നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ശക്തി ഞാൻ ആലോചിക്കുകയായിരുന്നു. നിന്റെ അച്ഛനോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോൾ ഈ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ പ്രതിച്ഛായ. ആര്യൻ വിക്കി. ഓ, പ്രതിച്ഛായ. നിനക്കും നിന്റെ അച്ഛനൊക്കെ മാത്രമേ ഉള്ളൂ പ്രതിച്ഛായ അല്ലേ? ഞങ്ങളൊക്കെ പിന്നെ പാവങ്ങളാണല്ലോ. പ്രതിച്ഛായ തകർന്നാലും വലിയ കുഴപ്പമില്ല. നീ എന്താ രുദ്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതിനാണോ നീ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഏയ് അല്ല, ഞാൻ ആ പ്രമുഖ വ്യക്തി ആരാണെന്ന് പറയാൻ വിളിച്ചു വരുത്തിയതാ നിന്നെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് കൊടിസുനിൽ എന്നൊരാളെ അറിയുമോ? എന്തെങ്കിലും ഒരു പരിചയമുണ്ടോ നിങ്ങൾ തമ്മിൽ? അയാളെ കണ്ടിട്ട് എനിക്കൊരു അത്യാവശ്യമുണ്ടായിരുന്നു. ആര്യൻ്റെ മുഖം ചോരവാർന്ന മട്ടിൽ വിളറിപ്പോയി. അവൻ്റെ പേടി നിറഞ്ഞ ഭാവം കണ്ട് രുദ്രൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിടർന്നു. എന്തത്യാവശ്യം? ആര്യൻ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ആദ്യം നിനക്കറിയാമോ ഇല്ലയെന്ന് പറയൂ. എനിക്കറിയില്ല. ഓ, അത് ശരിയാണ്. നീ ഒരു പാവമല്ലേ? പച്ചവെള്ളം പോലും ചവച്ചരച്ച് കുടിക്കുന്ന പാവം. നിനക്കിതൊക്കെ എങ്ങനെ അറിയാനാ? പിന്നെ അത്യാവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണെന്നാണ് വെപ്പ്. അവനോട് എനിക്ക് വലിയ സ്നേഹമൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. പക്ഷെ ഞാൻ നന്നായി സ്നേഹം അഭിനയിച്ച് പതപ്പിക്കുന്നുണ്ട്. അവനൊരു വെഡ്ഡിയായതുകൊണ്ട് അതൊക്കെ വിശ്വസിക്കുമെന്ന എൻ്റെ ധാരണ. പക്ഷേ എനിക്കവനെ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് ഹോട്ടൽ റൂമിൽ വെച്ചൊന്ന് കൊടുക്കണം. എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തണം. നന്നായിട്ടൊന്ന് നാണം കെടുത്തണം. അതിന് എനിക്ക് ഈ കൊടിസുനിയുടെ സഹായം കിട്ടിയാൽ കൊള്ളാം. രുദ്രൻ പറഞ്ഞത് കേട്ട് ആര്യൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. മൈതാനം വിജനമായിരുന്നു. അതിൻ്റെ ഇരുവശത്തും കാട് പിടിച്ചതുപോലെ മരങ്ങളും ചെടികളുമായിരുന്നു. ആര്യൻ ഭയത്തോടെ ചുറ്റും നോക്കി. അതിൻ്റെ ഒരേ ഒരു ഗേറ്റ് മറ്റാർക്കും അകത്തേക്ക് പ്രവേശിക്കാനാവാത്ത വിധത്തിൽ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. താനിങ്ങോട്ട് വന്നപ്പോൾ അത് തുറന്നു കിടക്കുകയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ ആര്യൻ്റെ ഭയം വർദ്ധിച്ചു. അവൻ സ്വയം അറിയാതെ വിളറിയ ഭാവത്തോടെ രുദ്രനെ നോക്കി. രുദ്രൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. അവൻ അടിവെച്ച് ആര്യൻ്റെ നേർക്കെടുത്തു.